ഗോപിച്ചേട്ടാ, ഗോപിച്ചേട്ടാ, നന്നായിട്ടുണ്ട് ഗോപിച്ചേട്ടാ. ചേട്ടൻ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്. ചേട്ടൻ ഇത്ര ദുഷ്ടനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ആ വിജയ് ചേച്ചിയുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നിങ്ങൾ ഒരു മനുഷ്യനല്ല. ആരോടെങ്കിലും പക വീട്ടുന്നതിന് പാവപ്പെട്ട എന്റെ വിജയ ചേച്ചിയെ വഞ്ചിച്ചിട്ട് വേണമായിരുന്നു. ചേട്ടാ, ഞാൻ യാചിക്കുകയാണ് ചേട്ടാ. ചേട്ടൻ അവരെ കല്യാണം കഴിക്കണം. ഞാൻ ചേട്ടന്റെ രഘുവായിരുന്നു. അതെ, ഗോപിച്ചേട്ടനാണെന്ന് കരുതി പറഞ്ഞു പോയതാണ്. മനസ്സിലായി. ഗോപിച്ചേട്ടൻ വീട്ടിലുണ്ട്. ചേട്ടൻ എന്തോ നല്ല സുഖമില്ലെന്ന്, അതുകൊണ്ട് കാവലിൽ ഇന്ന് ഞാൻ വന്ന് കിടന്നു. നിൽക്കൂ. നിനക്ക് എന്താണ് എന്നോടൊരു വെറുപ്പ്? എനിക്ക് ആരോടും വെറുപ്പില്ല. എങ്കിലൂടെ ഒന്നിരിക്കൂ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. എനിക്ക് ധൃതിയുണ്ട്. ദേവു, നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലേ? ഇല്ല. എന്തുകൊണ്ട്? അതെല്ലാം ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ പോട്ടെ. നിനക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പറയൂ, എന്തുകൊണ്ട് കഴിയില്ല? ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പറയില്ല. എന്നെ വിടൂ, എന്നെ വിടൂ. പറഞ്ഞിട്ട് പോകൂ. നീ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? പറയൂ. പറയാം. എന്നെ വിടൂ, ഞാൻ പറയാം. എങ്കിൽ പറയൂ. ഞാനൊരു ആളിനെ മാത്രമേ എന്റെ മനസ്സിൽ വെച്ച് പൂജിച്ചിരുന്നുള്ളൂ. അത് ഗോപിച്ചേട്ടനെയായിരുന്നു. ആദ്യമായി അത് തുറന്നു പറയാമെന്ന് ഭാവിച്ചപ്പോഴാണ് ഗോപിച്ചേട്ടനും രാഗിനി കുഞ്ഞും ബന്ധത്തിലാണെന്ന് അറിഞ്ഞത്. ആ ബന്ധം തകർന്നപ്പോ ഗോപിച്ചേട്ടൻ സ്ത്രീകളെ എല്ലാം വെറുത്തു. ചേട്ടന്റെ മനസ്സ് മാറുമ്പോ പറയാമെന്ന് കരുതി ഞാൻ വീണ്ടും കാത്തിരുന്നു. അപ്പോഴാണ് വിജയ് ചേച്ചി ഗോപിച്ചേട്ടൻ ഒരു ജീവിതം കണ്ടെത്തിയത്. ഞാൻ കാരണം അവരുടെ ജീവിതം നശിക്കരുതെന്ന് കരുതി അപ്പോഴും ഞാൻ പിന്മാറി. ഇനി നീ എന്ത് ചെയ്യാൻ പോകുന്നു?
ആ